ഇന്നത്തെ ഈ സുജീവനം ഫിനാലയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഡോക്ടർ ജെസ്സി സാറ കോശി കൊച്ചമ്മ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ തിരുമേനി, പ്രിയപ്പെട്ട ഡോക്ടർ അശോക് അലക്സ് ഫിലിപ്പ് സാറ്, സാലി കൊച്ചമ്മ, ഗ്രേസ് നിഷ കൊച്ചമ്മ, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വിശ്വാസ സമൂഹമേ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ക്രമമായി സുജീവനം ഓൺലൈൻ പഠന കളരിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. നിങ്ങളോടൊപ്പം ഈ സമാപന സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കിടുവാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതെനിക്ക് ലഭിച്ച ഒരു വലിയ പദവിയായി ഞാൻ കാണുന്നു. കാരണം ഇത്രയും വലിയ ഒരു സമ്മേളനത്തിൽ എന്ന് മാത്രമല്ല, തുടർച്ചയായി 8-9 ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു പരിസമാപ്തിയിൽ നിങ്ങൾക്ക് ഒരു ആഹ്വാനം നൽകുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം കരയേറ്റുന്നു. പ്രിയപ്പെട്ട ജെസ്സി കൊച്ചമ്മയുടെയും സ്ത്രീജനസഖ്യ ഭാരവാഹികളുടെയും നല്ല നേതൃത്വത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കാലയളവിൽ മഹായിടവക ആകമാനം നന്നായി ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് മഹായിടവക സ്ത്രീജനസഖ്യം. അത് ഒരു അതിശയോക്തിയല്ല. ഇവിടെ തിരുമേനിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു അച്ഛൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പം വെറുതെ പുകഴ്ത്തി പറയുകയല്ല, ഉള്ളതുപോലെ പറഞ്ഞതാണ്. കാരണം അഭൂതപൂർവമായ, ഞാൻ പറയും, മുൻപിൽ ഉള്ള സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ഗുണപരമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക മാത്രമല്ല, അത് പ്ലാൻ ചെയ്യുക മാത്രമല്ല, അത് എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിന് തീർച്ചയായിട്ടും സ്ത്രീജന സഖ്യത്തിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മഹായിടവകയിലെ എല്ലാ സംഘടനകളും മഹായിടവക ആകമാനവും ആത്മീയമായും ഭൗതികമായും തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നുപോലും, പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ മൊത്തത്തിലൊരു തളർച്ചയായിരുന്നു, മൊത്തത്തിലൊരു ക്ഷീണമായിരുന്നു. അതിന് ഒരു സ്കാൻഡലായി, അല്ലെങ്കിൽ അതിന് ഒരു വിരുദ്ധമായി ഈ നാളുകളിൽ ഏറ്റെടുക്കുന്ന പ്രയത്നങ്ങൾ, ജൂബിലി അടക്കമുള്ളത്, അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പ്രോഗ്രാമിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പഠനം ഒരു പുതുമയാണ്. അതിനേക്കാൾ തിരുമേനി ഇവിടെ നമ്മുടെ മുൻപിൽ പങ്കുവെച്ച അമ്പരപ്പ് എനിക്കുമുണ്ട്. കാരണം ഇത്രയും പേര് സംബന്ധിച്ച ഒരു ഓൺലൈൻ പ്രോഗ്രാം അത് എങ്ങനെ നടന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഇത്രയും പേര്, ആദ്യത്തെ അറ്റൻഡൻസ് നിയർലി, ഇപ്പം കുടുംബാംഗങ്ങളോട് പങ്കെടുത്താൽ ഒത്തിരി പേരാണ്. ഇത്രയും പേര് താല്പര്യത്തോടെ പങ്കെടുത്തെങ്കിൽ, പ്രത്യേകിച്ച് ഈ അറ്റൻഡൻസ് ഫോൾ ആകാതെ, താണുപോകാതെ ക്രമമായി നിന്നെങ്കിൽ, അത് ഈ ഓർഗനൈസേഷൻ്റെയും അത് സംഘടനയുടെയും ഈ സംഘടനാ മികവിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൗളിംഗ്, അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഇതിൻ്റെ ലീഡേഴ്സിൻ്റെയും ഒരു കഴിവാണ്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ഇങ്ങനെയുള്ള പരിപാടികൾ മുൻപോട്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മധ്യകേരള മഹായിടവക ഒരു പ്രബുദ്ധ സമൂഹമായിട്ടാണ് ഞാൻ ഇവിടെ പട്ടത്വത്തിലേക്ക് പ്രവേശിക്കും, സെമിനാരിയിലേക്ക് പോകുന്നതിന് മുൻപേ അച്ഛന്മാരുടെയൊക്കെ ക്ലാസ്സുകൾ പറയുമ്പോൾ ഈ വാക്ക് ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രബുദ്ധ സമൂഹം. ഈ പ്രബുദ്ധം എന്ന് പറയുന്നത് എൻലൈറ്റൻഡ് എന്നാണ്, എൻലൈറ്റൻഡ് കമ്മ്യൂണിറ്റി, പ്രകാശിതരായ സമൂഹം. മധ്യകേരള മഹായിടവകയ്ക്ക്, നമ്മൾ ഉൾപ്പെടുന്ന മധ്യകേരള മഹായിടവകയ്ക്ക് ചാർത്തി തന്ന ഒരു പട്ടമാണ് പ്രബുദ്ധ സമൂഹം. ഇത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോഴും സ്ത്രീജനസഖ്യത്തിലൂടെ ഇപ്പം വരുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണ്. എന്നാൽ ദൈവശാസ്ത്ര വേദപുസ്തകപരമായ ചർച്ചകളും സംവാദങ്ങളും, പ്രത്യേകിച്ച് കാലിക പ്രസക്തമായ, കാലാനുസൃതമായ ഇങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളും ഒരു കാലത്ത് ഈ മഹായിടവയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നത് ആർഗ്യുബിളി അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒരു തലമുറയിൽ ഇത് വളരെ ശക്തമായി ഈ സംവാദങ്ങളും ചർച്ചകളും ദൈവശാസ്ത്ര വേദപുസ്തകപരമായ കാര്യങ്ങൾ നിലവിലിരുന്നു. എന്നാൽ നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യം, ഇടക്കാലത്ത് നാം കാര്യമായി ഇതിൽ പിന്നോട്ട് പോയി. എന്നാൽ സ്ത്രീജന സഖ്യത്തിലൂടെ, പ്രത്യേകിച്ച് ഇത്രയും പേര് ഇതിൽ പങ്കെടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെ, പ്രത്യേകിച്ച് വേദപുസ്തകപരമായി നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ മനസ്സിലാക്കുന്ന അർത്ഥവത്തായ ഈ പരിപാടി വീണ്ടും ഈ സംസ്കാരത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ അപേക്ഷ, ഏറ്റവും വലിയ യാചന എന്ന് പറയുന്നത്,
ഇത് നല്ലൊരു തുടക്കമാണ്. ഇത് നിന്നു പോകരുത്. ഇത് സ്ത്രീജനസഖ്യം എന്നുള്ളത് മാത്രമല്ല, സ്ത്രീജനസഖ്യം ഇനി മുന്നോട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പം നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ന്യൂസ് അല്ലെ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇത് അനേകരിലേക്ക് എത്തിക്കാനായി ശ്രമിക്കണം. മുൻപോട്ടും ഈ പഠനത്തിന്റെ ഒരു തീഷ്ണത ഉണ്ടാകണം. ഇന്ന് ആനുകാലിക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ വിശ്വാസ സംബന്ധമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തതിന്റെ ഒരുപാട് പരാജയങ്ങളുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥനയിൽ തന്നെ അതിനൊരു തെളിവുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, മത, സംസ്കാര പരിസരങ്ങളിൽ, ചുറ്റുപാടുകളിൽ പ്രസക്തമായ ദൈവശാസ്ത്ര ചർച്ചകളും പഠനങ്ങളും അധികമായി സംഭവിക്കണം. സുജീവനം ഒരു റിയൽ സ്പാർക്ക് എന്ന് പറഞ്ഞു തന്നെ ഞാൻ ആരംഭിക്കട്ടെ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വാലിഡിറ്ററി ഫംഗ്ഷനിൽ ഇത്രയും സന്തോഷത്തോടെ ഞാൻ നിന്ന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ സ്പാർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. തൊട്ട് പുറത്ത് ബിഷപ്പ് ആനി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കൗണ്ടർ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പബ്ലിസിറ്റിക്കല്ല ഇത് പറഞ്ഞത്, പക്ഷേ ഇത് തുടരാൻ ഒരു സുവർണ അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും അനേകർ വന്ന് പഠിച്ചു. എന്നാൽ ഈ വർഷം ഒത്തിരി കോഴ്സസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ എന്നുള്ള, സ്ത്രീ ആരാണ്, സ്ത്രീയുടെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പുതിയ അറിവുകളും മാറ്റങ്ങളും വേദപുസ്തക അടിസ്ഥാനത്തിൽ വരുന്ന സമയമാണ്. അപ്പൊ ഇനിയും നമ്മൾ മടിച്ചിരിക്കേണ്ട കാര്യമില്ല. അറിവാണ് എപ്പോഴും നമ്മളെ വളർത്തുന്നത്. അതുകൊണ്ട് ഇതിൽ താല്പര്യത്തോടെ വരാനായിട്ട് നമുക്കൊരു അവസരമുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുന്നു. വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞാനിത് തുടങ്ങുന്നതിന് മുൻപേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം, അത് നിങ്ങളിൽ നിന്ന് വരേണ്ടതാണ്. അതൊന്ന് സാധിപ്പിച്ചു തരണം. രണ്ട്, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ. ഒന്നാമത്തെ ആഗ്രഹം നടക്കുമെന്നറിയില്ല, എങ്കിലും നിങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചാൽ നടക്കും. നന്നായി ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വാക്കുപോലും വിടാതെ നന്നായി ഗ്രഹിക്കണമെന്ന ഒരാഗ്രഹമുണ്ട്. ഇപ്പോഴേ നിങ്ങൾ പറഞ്ഞ അച്ഛാ അത് നടപ്പില്ല, മിക്കവാറും നടക്കും. നിങ്ങളുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. കാരണം ഈ അടുത്തിടെ നമ്മൾ ഈ സുജീവനത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ചല്ല, ജനറലി ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോഴത്തെ ഒരു മലയാളം എക്സ്പ്രഷനായിട്ട് മാറിയിട്ടുണ്ട്, തലയ്ക്ക് മുകളിൽ കൂടെ പോവുക. ഇപ്പൊ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയെ കൊന്നാലും സാരമില്ല, പക്ഷെ ഈ വാക്ക് കേൾക്കുമ്പം അത് ആത്മാർത്ഥതയുള്ളവർക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയുന്നു, നിങ്ങൾ തിരിച്ചു പറയുന്നതിനെ കുറിച്ചല്ല എൻ്റെ പ്രശ്നം. മനസ്സിലാക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തണം. അതിൻ്റെ അർത്ഥം തന്നെ ഒത്തിരി കട്ടിയേറിയതാണെന്നല്ല, എങ്കിലും നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ ഇന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മൾ കേട്ട ക്ലാസ്സുകൾ അശോക് അലക്സ് ഫിലിപ്പ് സാറിനെ പോലെയും വിജി വർഗീസ് സീപ്പനച്ചൻ ഇന്ന് അതെടുത്ത ആളുകളുണ്ട്. ഓരോ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരാണ് അതിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞത്. എത്ര റിച്ച് ആയിരുന്നത്. അത് നിങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടതാണ്. അപ്പോൾ അതാത് മേഖലകളിൽ മികവ് തെളിയിച്ചവർ അവരുടെ അനുഭവ സമ്പത്തും അവരുടെ പഠനത്തിന്റെ അറിവും ലഭിച്ചിട്ട് ഇതിനെ ഇന്നത്തെ കാലാനുസൃതമായി അതിനെ വ്യാഖ്യാനിച്ചതിന്റെ ഇതാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഞാൻ ഇന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ആഗ്രഹമുള്ള ഞാൻ പഠിച്ച ഭാഗത്തെ ആ മേഖലയിൽ നിന്ന്, അതായത് അതിന്റെ വേദപുസ്തക ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ, ഇത് നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഈ ക്ലാസ്സുകളിൽ. എന്നിരുന്നാൽ തന്നെ ചുരുക്കമായി ഒരു ചെറിയ ആഴത്തിൽ, അത് ചെറിയ ആഴം എന്നുള്ള എക്സ്പ്രഷൻ തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം, അതിലേക്കൊന്ന് പ്രവേശിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഓർക്കുക, ദയവായിട്ട് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുക. ചുരുക്കത്തിൽ ഇതൊരു കൺവെൻഷൻ പന്തലല്ല, ഇത് പുൽപിറ്റല്ല. അതുകൊണ്ട് ഇതൊരു പഠനമാണ്. അതുകൊണ്ട് ആ മനസ്സോട് നിങ്ങൾ അല്ല പിന്നെ വരത്തില്ല, ഈ മഴയത്ത് നിങ്ങൾ വരത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ ഒരു ആഹ്വാനം, ഇത് വെറുതെ ആയി പോകരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം, നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഉറങ്ങാതെ ഇരുന്നാൽ നല്ലത് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ പറയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 1 മിനിറ്റ് നിർത്താൻ ഞാൻ പൂർണ്ണ പെർമിഷൻ തരികയാണ്. അവസാനത്തേക്ക് വെക്കാതെ അന്നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എന്നെ, അതിനൊരു പ്രശ്നവുമില്ല. ക്ലാസ്സിന് അതൊരു ഓക്വേർഡായിട്ട് തോന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ ഇന്ന് 3 ഇന്നത്തെ ഈ സെഷനെ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സുജീവനം. അത് ഈ 8-9 ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടു. എങ്കിലും സുജീവനത്തിന്റെ ഒരു വേദപുസ്തക പശ്ചാത്തലം ആകമാന വേദപുസ്തക പശ്ചാത്തലം പറയാനായിട്ട് അസാധ്യം, എനിക്കതിന് പ്രാപ്തിയില്ല. എങ്കിലും ഒരു പ്രത്യേക വേദഭാഗത്തിൽ നിന്നും സുജീവനത്തെ കുറിച്ച് പറയാം. തിരുമേനി ആ വാക്ക് ഇവിടെ സൂചിപ്പിച്ചു. സത്യത്തിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ സുവിശേഷം, സുജീവനം, അത്രേ ഉള്ളൂ. ഒന്ന്
ഗുഡ് ന്യൂസ്, ഇത് ഗുഡ് ലിവിങ്, ഗുഡ് ലൈഫ്, നല്ല ജീവിതം എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതിന്റെ ഇംപ്ലിക്കേഷൻസ് ആണ് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ട്, നമ്മൾ ഇതിനായി ആധാരമാക്കുന്നത് കർത്താവിന്റെ പ്രാർത്ഥനയാണ്, ലോർഡ്സ് പ്രയർ. കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില പൊതുവായ സിഗ്നിഫിക്കൻ്റ് ആയ പ്രാധാന്യമുള്ള ചില ചിന്തകൾ, അത് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ലോക പ്രശസ്തരായ ചിലർ ഈ കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങളുണ്ട്. അത് വളരെ ആഴമേറിയ വാക്കുകളാണ്, വലിയ ലോങ് സെന്റൻസസ് ഒന്നുമല്ല, വളരെ ചെറിയ ചില കാര്യങ്ങളാണ്. അതടക്കമുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ, കർത്താവിന്റെ പ്രാർത്ഥനയുടെ അതിന്റെ പൊതുവായ ചില ചിന്തകൾ. അതിൽ ആ ഭാഗത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്തപ്പോൾ വായിച്ചു, പക്ഷേ ഞാൻ 9 ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകൾ മുഴുവൻ എനിക്ക് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ലോർഡ്സ് പ്രയറിന്റെ ഒരു കണ്ടംപററി വേർഷൻ, അത് കണ്ടംപററി എന്ന് പറയാൻ പറ്റത്തില്ല, 1999 ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് ഞാൻ പറയാം, കണ്ടംപററി വേർഷൻ, അതായത് ഇന്നത്തെ കാലയളവിൽ ഇന്നത്തെ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയെ ഒന്ന് മോഡിഫൈ ചെയ്താൽ എങ്ങനെയിരിക്കും, അത് ഞാൻ ആ ലോർഡ്സ് പ്രയറിന്റെ വിശദീകരണത്തിൽ പറയാം. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഇന്നത്തെ നമ്മുടെ തലക്കെട്ട് ഈ കർത്താവിന്റെ പ്രാർത്ഥനയിലെ സമഗ്രതയുടെ, സാർവത്രികതയുടെ ചില ഭാഗങ്ങൾ, അതൊരു 3 ചിന്തകൾ പറഞ്ഞ് അവിടെ ഞാൻ ഈ ഹോൾ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ സുജീവനം, അതുപോലെ ലോർഡ്സ് പ്രയറിന്റെ പൊതുവായ ചിന്തകൾ, ഇതിലെ സമഗ്രത, സാർവത്രികതയുടെ ഭാഗങ്ങൾ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സുജീവനം എന്നതിൻ്റെ ഒരു വാക്ക്, ആ വാക്കിന്റെ ചില പ്രാധാന്യം, അത് എന്താണെന്നാണ് നമ്മളിപ്പോൾ ചുരുക്കമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം, ഇതിനെല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, ഒന്നല്ലേ ഉറങ്ങാതിരിക്കുമല്ലോ. സുജീവനം എന്ന വാക്ക് വേദപുസ്തകത്തിൽ എവിടെയാണ് കാണുന്നത്? ശ്രീജന സഖ്യത്തിന്റെ ക്വിസ് കോമ്പറ്റീഷൻ അല്ല, എങ്കിലും അല്പം ഒന്ന് ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സുജീവനം എന്ന വാക്ക് തെളിവ് സഹിതം തരണം, വെറുതെ പറഞ്ഞാൽ പോരാ, ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. സുജീവനം എന്ന വാക്ക് ശുശു ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ടൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലേ? പറ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ? പറയുമെന്ന് നിങ്ങൾ ഒരുമിച്ച് പറയാമെങ്കിൽ ഞാൻ പറയാം. എനിക്കും അറിയത്തില്ല. സുജീവനം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് എ ബിബ്ലിക്കൽ വേർഡ്. ഇതൊരു വേദപുസ്തക വാക്കാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ സൗണ്ട് എന്ന വാക്ക്, ആരോഗ്യപരം, ഇവിടെ കൊച്ചമ്മ പറഞ്ഞപ്പോൾ ആരോഗ്യപരമായ, സൗണ്ട് ലിവിങ്, സൗണ്ട് ലൈഫ്, സൗണ്ട് എന്ന വാക്ക് ശബ്ദം എന്നുള്ളതല്ല, ആരോഗ്യമുള്ള എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ മറ്റു ചില വാക്കുണ്ട്, പക്ഷെ ഇത് കണ്ടുപിടിക്കാം പിന്നെ കേട്ടോ. എൻ്റെ ആ അറിവിൽ, പരിമിതമായ അറിവിൽ, ആ വാക്ക് അതുപോലെ ബൈബിളിൽ പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ വേദപുസ്തകം മുഴുവൻ സുജീവനത്തിന്റെ വാക്യങ്ങളാണ്. അതിൽ ഒരു വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. ഇത് കാണാപ്പാടമാണ് നമുക്ക്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല, വളരെ ശക്തമായ റെസ്പോൺസാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ആണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ കെയിം ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് മേ ഹാവ് ഇറ്റ് അബൻഡന്റ്ലി, ഇൻ അബൻഡൻസ്. അവിടെ 2 വാക്കുകൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കട്ടെ. സോയെ എന്ന വാക്ക്, ലൈഫ് എന്ന വാക്ക്, അതിന്റെ ഗ്രീക്ക് വാദമാണ് സോയെ. ആ സോയെ എന്ന് പറയുന്നത് ദൈവികമായ ജീവനാണ്, സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ജീവനാണ്. അതിന്റെ അർത്ഥം, ജീവന് വേറെ വാക്കുകൾ ഗ്രീക്ക് ഭാഷയിലുണ്ട്. ദൈവികമായ ആദിമ സൃഷ്ടി ചരിത്രം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ സൃഷ്ടിയുടെ ഭാഗമായി ഉള്ള ആ വാക്കാണ് സോയെ എന്ന വാക്ക്, ലൈഫ്. നമ്മളിവിടെ എല്ലാം കാണുന്ന ആ ജീവൻ എന്ന വാക്ക്, അത് ദൈവികമായ ജീവനാണ്. അത് ഇപ്പോഴത്തെയും വരുവാനുള്ള കാലത്തെയും ജീവനാണ്, അല്ലെങ്കിൽ ആ ലൈഫ്, ഇറ്റേണൽ ലൈഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജീവൻ എന്ന വാക്കിൽ ഇതിന്റെ ഇപ്പോഴത്തെ തലമുണ്ട്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഭാവിയിൽ വരാനിരിക്കുന്ന ജീവനെ കുറിച്ചും അതിന്റെ ഇംപ്ലിക്കേഷൻ ഉണ്ട്. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് സമൃദ്ധിയാണ്, സമൃദ്ധമായ ജീവിതം, പെറിസോസ് എന്ന വാക്ക്. ആ വാക്ക് നിങ്ങൾ പരിഗണിക്കണമെന്നില്ല. ഈ പെറിസോസ് എന്ന വാക്കിന്റെ അർത്ഥം എക്സീഡിങ് എന്നാണ്. നമ്മൾ പറയത്തില്ലേ, എക്സീഡിങ് ജോയ്, അമിതമായ സന്തോഷം, അതായത് ഗോയിങ് പാസ്റ്റ് ദി എക്സ്പെക്റ്റഡ് ലിമിറ്റ്. എന്നോട് പറയാം, ഗോയിങ് പാസ്റ്റ് ദി എക്സ്പെക്റ്റഡ് ലിമിറ്റ്, പ്രതീക്ഷിച്ച പരിധിക്കപ്പുറം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് ജീവിതം, ഇതാണ് ക്രിസ്തു ഓഫർ ചെയ്യുന്ന ജീവിതം, വേദപുസ്തകം ഓഫർ ചെയ്യുന്ന ലൈഫ് ഇതാണ്. ഇന്ന് അത് പോയിട്ട് അതിന്റെ 1/4 പോലും ഇന്നത്തെ ലോകത്തിൽ കാണാൻ ഒരുപക്ഷെ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ശരിക്കും, ഇത് ദേഹത്ത് കൊള്ളേണ്ടതാണ്.
ഈ ലൈഫാണ്. ഈ ലൈഫിന്റെ അബൻഡൻസ് പോയിട്ട് ലൈഫ് പോലും ഇന്ന് പലപ്പോഴും കാണുന്നില്ല. അത്തരണത്തിലാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗം വിട്ടട്ടെ. ഈ 10-ാം അധ്യായം 10-ാം വാക്യത്തെ ആസ്പദമാക്കി ഇത്രയും പറഞ്ഞത് വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. താഴോട്ട് പോവാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സമൃദ്ധിയായ ജീവന്, ഈ സുജീവനത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പ്രസക്തമായ 2 സാഹചര്യങ്ങളിൽ ഈ വാക്ക് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. ആ 2 സാഹചര്യങ്ങൾ ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പറയാം. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ, യോഹന്നാൻ സുവിശേഷം ആ രചനയുടെ സമയത്ത് അന്നത്തെ കാലയളവിൽ നിലനിന്നിരുന്ന 2 സാഹചര്യങ്ങൾ എടുത്താൽ ഈ സുജീവനം, ലൈഫ് ഇൻ അബൻഡൻസിന് പൊന്നുവിലയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുജീവനം വാലിഡ് ആയിത്തീരുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് ജീവിത സാഹചര്യങ്ങളിലാണ്, അവരെന്ത് അഭിമുഖീകരിച്ചപ്പോഴാണ് കർത്താവ് ഈ ലൈഫിനെ കുറിച്ച് പറഞ്ഞത്. 2 എണ്ണി ഞാൻ പറയാം. ഇന്നും അതിന്റെ മാനങ്ങൾ 2024 നമ്മുടെ സമൂഹങ്ങളിൽ നിന്നും അത് ചെകഞ്ഞെടുക്കാനായിട്ട് നമുക്കിടയാകണം. 2 സാഹചര്യങ്ങളിലാണ് സുജീവനം സംജാതമാകേണ്ടത്. 1, ഇത് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, കർത്താവ് ഈ ലൈഫ് നിങ്ങൾക്ക് വേണം, ഞാൻ അത് തരാനാ വന്നിരിക്കുന്നത്, സമൃദ്ധിയായ ജീവൻ വേണമെന്ന് പറയുമ്പോൾ ഒന്നാമത് അവിടെ നിലനിരുന്ന പ്രതിസന്ധി ആരോഗ്യകരമല്ലാത്ത പ്രമാണങ്ങൾ, പഠിപ്പിക്കലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇന്ന് വളരെ പ്രസക്തമാണ്, ഞാൻ അതിലോട്ട് വരാം. അല്ലെങ്കിൽ അൺസൗണ്ട് ഡോക്ട്രിൻസ്, അങ്ങനെ വേണേ അതിനെ വിളിക്കാം. ഒട്ടും ആരോഗ്യകരമല്ലാത്ത പ്രമാണങ്ങൾ. ഇവിടെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ഒരുത്തൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നത്, കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ വിഷമാണ്. അതാണ് ഇതിന്റെ 1-ാമത്തെ പശ്ചാത്തലം. ഞാൻ അതിന്റെ 1-2 കാര്യങ്ങൾ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആഴമായി പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അന്ന് നിലവിലിരുന്ന 2 ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകളിൽ 2 ഒന്ന് നോസ്റ്റിസിസം എന്നാണ്. ഞാൻ അതിന്റെ സ്പെല്ലിംഗ് പറയാം. GNOSTICISM, നോസ്റ്റിസിസം. GNOSTICISM. മലയാളം ആഗ്രഹിക്കുന്നവര് ജ്ഞാനമതവാദം. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി, അതിൽ ആഴത്തിലേക്ക് പോകണ്ട. ഈ ജ്ഞാനമതവാദം പറയുന്നത് ഈ സൃഷ്ടി, അല്ലെങ്കിൽ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിച്ചത് ഒരു ലെസർ ഡിവിനിറ്റി, അതായത് ദൈവം, പൂർണ്ണ ദൈവം അല്ലാത്ത ഒരാളാണ് സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം. അവിടെയാണ് കർത്താവ് സമൃദ്ധിയായ ജീവനെ കുറിച്ച് പറഞ്ഞത്. 2-ാമത് ഒരെണ്ണം കൂടെ ഉണ്ട്, ഡോസറ്റിസം. DOCETISM. DOCETISM. ഡോസറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതൊരു വാക്കിൽ നിന്നാണ് വന്നത്. ഒരു ഗ്രീക്ക് വാക്കുണ്ട്, ഡോക്കെയോ എന്ന വാക്ക്, DOKEO. ഇപ്പോഴേ മേളിക്കൂടെ ഒക്കെ പോകാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അതൊക്കെ കുറച്ച് കഴിഞ്ഞ് അതങ്ങ് വിടും. ഇത്രയും മാത്രം ആരംഭത്തിൽ ഇത് പറയുന്നേ ഉള്ളൂ. ഡോക്കെയോ എന്ന് പറഞ്ഞാൽ തോന്നൽ. ഇപ്പം ഇവിടെ എന്നെ സ്വാഗതം ചെയ്തപ്പം വ്യക്തമായിട്ട് പറഞ്ഞു ഷിബിൻ വർഗീസ് എന്ന അച്ഛൻ. ഇപ്പം നിങ്ങൾ പറയാണ്, ഓ അല്ല, പുള്ളിയാണെന്ന് തോന്നല എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈ ഡോസറ്റിസത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് എതിരാത്. എന്താണെന്നറിയാമോ? അന്ന് നിലവിലിരുന്ന സിദ്ധാന്തമാണ് ജീസസ് ജസ്റ്റ് അപ്പിയേർഡ് ആസ് എ ഹ്യൂമൻ. യേശു മനുഷ്യനെ പോലെ തോന്നി. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കാണും. യേശു ആക്ച്വലി മനുഷ്യനല്ലായിരുന്നു. എന്ന് നോക്കിയാൽ എത്ര ഗുരുതരമായ ഒരു തെറ്റായ ഒരു പഠിപ്പിക്കലുകളിലേക്കാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ സഭ ഭിന്നാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടി വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്നത്. ആ വിശ്വാസ പ്രമാണത്തിന്റെ ഒക്കെ ഏറ്റവും ആദിമ തലങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. സോ ഞാൻ അവിടെ ആ ഭാഗം വിടുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, സമൃദ്ധിയായ ജീവൻ എന്ന് കർത്താവ് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യകരമല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് വരിക. ഒരു നിമിഷം നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കുക. ഇന്ന് നമുക്ക് ദൈവം സഹായിച്ചു, ഒരുപാട് ടെക്നോളജി എല്ലാം ഉണ്ട്. കാണുന്നതും കേൾക്കുന്നതും എന്തും ഏതും ചിന്തനമില്ലാതെ, ചിന്തിക്കാതെ, അൺക്രിട്ടിക്കൽ അക്സെപ്റ്റൻസ് ഓഫ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇന്ന് നമ്മളെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് അപവാദങ്ങളാകട്ടെ, തെറ്റായ ഒരു യാഥാർത്ഥ്യത്തെ മൂടിക്കൊണ്ട് പോസ്റ്റ് ട്രൂത്ത് വേൾഡിൽ, സത്യാനന്തര ലോകത്തിൽ, ഇത് നമ്മളിതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല, നമ്മൾ ഇതിൽ പെടുന്നവരാണ്. കാരണം
ഫോണാണല്ലോ കയ്യിലിരിക്കുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇവിടെ ശരിയായ വിവേചനം ആവശ്യമാണ്. ശരിയായ വിശ്വാസ സംബന്ധമായ വിവേചനം ഇല്ലെങ്കിൽ അത് സുജീവനമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ സുജീവനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രശ്നമാണ് ഒന്നാമതിരുന്നത്, ആരോഗ്യകരമല്ലാത്ത പ്രമാണങ്ങൾ. അതുകൊണ്ട് ശരിയായ പഠനത്തിന്റെ ശരിയായ മനസ്സിലാക്കലുകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അത് കാലാനുസൃതമായി ശരിയായി മനസ്സിലാക്കുക. അവിടെയാണ് ജീവൻ. 2, ഇതോടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. 1 ഞാൻ പറഞ്ഞു ആരോഗ്യകരമല്ലാത്ത പ്രമാണങ്ങൾ. 2 സാമ്രാജ്യത്വ ശക്തികളും അതിന്റെ ചൂഷണവും. എംപയർ ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ സാമ്രാജ്യത്വം എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ഈ കടിച്ച പൊട്ടാത്ത വാക്കാന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ജീവിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവും. നമ്മളുടെ ചുറ്റും ഇത്രയേ ഉള്ളൂ, നമ്മളെ ഞെക്കി ഞെരുക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, രാഷ്ട്രീയ പവേഴ്സ്, ശക്തികൾ. അന്ന് ഉണ്ടായിരുന്ന കർത്താവിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ സുവിശേഷ വേദപുസ്തകം ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ എഴുതുന്ന സമയത്തുണ്ടായിരുന്ന ചൂഷണത്തിന്റെ ഒരു ശക്തി റോമ സാമ്രാജ്യമായിരുന്നു, റോമൻ എംപയർ. ഇത് ഞാൻ ഈ ക്ലാസ്സിലേക്കെന്നല്ല, നിങ്ങൾ താല്പര്യമുള്ളവർ ഇതിനെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റോമ സാമ്രാജ്യവും അന്നത്തെ ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ, അതിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 2 പുസ്തകം ഞാൻ പറഞ്ഞുതരാം. ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ, താല്പര്യമുള്ളവർ നോട്ട് ചെയ്താൽ മതി, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. 1 വാറൻ കാർട്ടർ എന്ന് പറഞ്ഞ ഒരാൾ, WARREN CARTER, അത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാലും കാണാം. WARREN CARTER, വാറൻ കാർട്ടർ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ജോൺ ആൻഡ് എംപയർ. JOHN, ജോൺ എന്ന് പറഞ്ഞാൽ ജോൺസ് ഗോസ്പൽ, ജോൺ ആൻഡ് എംപയർ, EMPARE, 2 കുത്ത് കോളൻ ഇനീഷ്യൽ എക്സ്പ്ലോറേഷൻസ്. ഇതാണ് അതിന്റെ ടൈറ്റിൽ, ഇനീഷ്യൽ എക്സ്പ്ലോറേഷൻസ്. ഇത് വാറൻ കാർട്ടറുടെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ റോമ സാമ്രാജ്യവും അന്നത്തെ ആദിമ ക്രിസ്തീയ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2ാമത്തെ പുസ്തകം ഒരു ആഫ്രിക്കൻ എഴുത്തുകാരിയായ മൂസ, MUSA, മൂസ WDUBE, ഡൂബെ. അവരുടെ പേര് ഡൂബെ എന്നാണ്. മൂസ W ഡൂബെ. അവരുടെ പുസ്തകത്തിന്റെ പേര് ജോൺ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം. ജോൺ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം, ട്രാവൽ, സ്പേസ് ആൻഡ് പവർ. ഇത് ഇവിടെ അങ്ങ് നിർത്തുവാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്, റോമ സാമ്രാജ്യത്തിന്റെ ചൂഷണത്തെക്കുറിച്ചും അന്ന് ക്രിസ്തു വിശ്വാസ സമൂഹം അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഈ സാമ്രാജ്യത്വ ശക്തിയോട് ചേർത്ത് മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന 2 പുസ്തകങ്ങളാണ്. വാറൻ കാർട്ടർ, ജോൺ ആൻഡ് എംപയർ, ഇനീഷ്യൽ എക്സ്പ്ലോറേഷൻസ്. 2 മൂസ W ഡൂബെ, ജോൺ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം, ട്രാവൽ, സ്പേസ് ആൻഡ് പവർ. ചുരുക്കത്തിൽ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണമെന്ന് കർത്താവ് പറയുമ്പോൾ 2ാമത് അവർ അനുഭവിച്ച വെല്ലുവിളി എന്ന് പറയുന്നത് റോമ സാമ്രാജ്യം അവരെ ഞെക്കി ഞെരുക്കി ചൂഷണം ചെയ്യുന്ന, അതിൻ്റെ ദോഷകരമായ സ്വാധീനം അവരുടെ ജീവനെ പോലും കവർന്നെടുക്കുന്ന, ജീവൻ പോലും അനുഭവിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യത്തിലേക്ക് ആ സമൂഹത്തെ കൊണ്ടെത്തിച്ചതിന്റെ ഫലമാണ്. ഇന്നത്തേക്ക് മടങ്ങി വരാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മെ ഞെക്കി നിൽക്കുന്ന, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അനീതിപരമായ ഘടനകളെ, സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും നമുക്ക് കഴിയണം. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണ് നമ്മൾ വായിച്ചത് പകുതിക്കാണ് വായിച്ചത്. ഏതാ? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ. അതിന് തൊട്ട് മുകളിൽ ആ വാക്യത്തിൽ തന്നെ മേളിലൊരു കാര്യം കൂടെ ഉണ്ട്. അതേ വാക്യത്തിൽ, അതാണ് സാമ്രാജ്യത്വ ശക്തി, അതാണ് നമ്മളെ ഞെക്കി ഞെരുക്കുന്ന പവർ. എന്താണെന്ന് അറിയാമോ? 3 വാക്കുകൾ, മലയാളിക്ക് നന്നായിട്ട് അറിയാവുന്ന 3 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. എഴുതാൻ പറ്റാത്ത വാക്കുകളാണ്. ഇതാണ് ചെയ്യുന്നത്. പവർ എപ്പോഴും ചെയ്യുന്നത് അതാണ്. സാമ്രാജ്യത്വ ശക്തി എപ്പോഴും ചെയ്യുന്നത് അതാണ്. ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ, ഇപ്പൊ ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായത്. ഇത്രയും നാൾ നമ്മൾ സഹിച്ചില്ലേ? സഹനം തുടരുന്നത് സുജീവനല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇത് വിധിക്കപ്പെട്ടവരാണ്. ഇതിന്റെ കീഴിൽ തന്നെ നമ്മൾ കഴിയണം. പെട്രോളിന് വില കൂട്ടിയാലും രാജ്യത്ത് എന്ത് തോന്നിവാസം നടന്നാലും ഇത് ഞാൻ സഹിക്കുക എന്നല്ല ക്രിസ്തീയ സാക്ഷ്യം. ക്രിസ്തുവിന്റെ പ്രബോധനം തിരിച്ചാണ്. I have come for you to have eternal life or abundant life എന്ന് പറയുമ്പോൾ യേശു ഓഫർ ചെയ്യുന്ന ഈ ജീവന് നമുക്ക് പങ്കാളികളാകണം. അതെങ്ങനെയാ പങ്കാളികളാകുന്നത്? ഇത് എൻ്റെ വിധിയാണെന്ന് ഓർത്ത് ചുമ്മാതിരിക്കുക എന്നുള്ളതല്ല, തിരിച്ചറിഞ്ഞ് പറ്റുന്ന രീതിയിൽ അതിനെ
പ്രതിരോധിക്കാൻ ഇടയാകണം. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് പറയട്ടെ, there is life when you resist evil. സുജീവനം എന്താ? ജീവൻ എങ്ങനെയാണ്? ഉള്ളതെല്ലാം നമ്മൾ അംഗീകരിച്ച്, തെറ്റ് കണ്ടാലും തിന്മ കണ്ടാലും എൻ്റെ ശ്വാസം മുട്ടിയാലും അതും സഹിച്ച് ഞാൻ നിൽക്കുന്നതല്ല ക്രിസ്തുവിന്റെ പാത. എന്തു വില കൊടുത്തും നമ്മളാൽ ആകുന്ന രീതി ഞാൻ അതിനോട് പങ്കില്ല, ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നതാണ് സാമ്രാജ്യത്തെ ശക്തിയോടുള്ള പ്രതികരണം. യേശു സമൃദ്ധിയായ ജീവനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗവാക്കാകുന്നത് അവിടെയാണ്. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമുണ്ട്, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്. പരീക്ഷണങ്ങൾ, അതിന് പല ഇംപ്ലിക്കേഷൻസ് ഉള്ള വാക്കാണ്. പരീക്ഷകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ തിന്മയുടെ, അനീതിയുടെ, അതീശത്വത്തിന്റെ ശക്തികളോടുള്ള പോരാട്ടം. ഞാൻ അവിടെ തീർക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത് സുജീവനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സുജീവനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സമൃദ്ധിയായ ജീവൻ ഓഫർ ചെയ്യുന്ന കർത്താവിലൂടെ ആണെങ്കിൽ 2 സാഹചര്യങ്ങളിലാണ് ആ ലൈഫ് പ്രാധാന്യമുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു, ആരോഗ്യകരമല്ലാത്ത കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ. ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നത് ശരിയായ ദിശയിലേക്കാണ്, വേദപുസ്തകാടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. നമുക്ക് അനാവശ്യമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട്. കാണുന്നതെല്ലാം എടുത്ത് വിഴുങ്ങുന്നതല്ല, വിഴുങ്ങിയാലാണ് ആരോഗ്യം പ്രശ്നമാകുന്നത്. സോ അൺസൗണ്ട് ഡോക്ട്രിൻസ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് സമൃദ്ധിയായ ജീവൻ. 2, ഞാൻ പറഞ്ഞത് എംപയർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സാമ്രാജ്യ ശക്തികളുടെയും ചൂഷണത്തിന്റെയും മധ്യത്തിൽ ഇത്. 2ാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു, കർത്താവിന്റെ പ്രാർത്ഥന. അതിന്റെ പൊതുവായ ചില മാനങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യം ഒരാളുടെ പേര് ഞാൻ പറയാം, ഏബ്രഹാം, ABRAHAM, ഏബ്രഹാം ഹെഷൽ, HESCHEL. ഒന്നുകൂടെ പറയാം, HESCHEL, ഏബ്രഹാം ഹെഷൽ. അദ്ദേഹം പറഞ്ഞത്, വേദപുസ്തകത്തിലെ പ്രാർത്ഥനകളിൽ ഒട്ടുമിക്കവയും ഒരു ഹ്യൂമൻ ഡിവൈൻ ഡയലോഗാണ്. മനുഷ്യനും ദൈവവുമായുള്ള ഒരു സല്ലാപമാണ് വേദപുസ്തകത്തിലെ ഒട്ടുമിക്ക പ്രാർത്ഥനകളും. കർത്താവിന്റെ പ്രാർത്ഥന ഉൾപ്പെടെ മനുഷ്യനും ദൈവവും തമ്മിൽ സംവദിക്കുന്നതാണ്, സംവാദമാണ്, സല്ലാപമാണ്. അതിൻ്റെ ഒരു അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. ശരിയായ ആശയവിനിമയം ഉണ്ടാകുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. പ്രോപ്പർ അല്ലാത്ത, പൂർണ്ണമല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, ഇവിടെ പറഞ്ഞു ഡിവൈൻ ഹ്യൂമൻ ഡയലോഗാണ്. പ്രാർത്ഥന അതിനൊരു ഉപാധിയാണെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ശരിയായ ആശയവിനിമയം ഉള്ളിടത്ത് ജീവനുണ്ട്. ഇത് ഏബ്രഹാം ഹെഷൽ പറഞ്ഞ കാര്യം. ഇനിയും മറ്റൊരു കാര്യം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, മുമ്പ് ഞാൻ വേറൊരു ഇൻഫർമേഷൻ ഇവിടെ പറയട്ടെ. ഈ കർത്താവിന്റെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും. ആദിമ ക്രിസ്തീയ രചനയിൽ മറ്റൊരിടത്തുകൂടെ കർത്താവിന്റെ പ്രാർത്ഥന കാണുന്നുണ്ട്. ആ ബുക്കിന്റെ പേര് ഡിഡാക്കെ എന്നാണ്, DIDACHE. ചുരുക്കത്തിൽ നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ മത്തായിലും ലൂക്കോസിലും മാത്രമല്ല കർത്താവിന്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയ മറ്റൊരു ബുക്കുണ്ട്, ഡിഡാക്കെ. ആ ഡിഡാക്കെ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ന്യായമായ ഒരു സംശയം വന്നാൽ അതിന്റെ ഉത്തരം ഇതാണ്. അപ്പസ്റ്റോലിക് ഫാദേഴ്സ് എന്നൊരു പുസ്തകമുണ്ട്, അതിന്റെ ഭാഗമാണ് ഡിഡാക്കെ എന്നത്. അപ്പസ്റ്റോലിക് ഫാദേഴ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. അതായത് കർത്താവിനോടും ശിഷ്യന്മാരോടും ചേർന്ന്, അല്ലെങ്കിൽ അവർ നടന്നവരുമായി ബന്ധമുള്ള ആദിമ പിതാക്കളുടെ രചനയാണ് ഡിഡാക്കെ. അവിടെയും കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധ ലൂക്കോസിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം, അത് ഇങ്ങനെയാണ് പറയുന്നത്. വായിക്കാമോ? ഒരാൾ വായിച്ചോ ഉറക്കെ. ലൂക്കോസിന്റെ സുവിശേഷം, ഇതൊന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യരിൽ ഒരുത്തൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ടീച്ച് us to pray, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നിങ്ങളിപ്പോൾ എടുത്ത് സമയം കളയണ്ട, മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചുരുക്കത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് ഒരാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാർത്ഥന കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ ആവശ്യപ്പെട്ടു, കർത്താവെ, പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടെ ഒരു സത്യം പറയാം, എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത് തന്നെ ജീവന്റെ ആരംഭമാണ്. ഞാൻ പഠിപ്പിക്കാം എന്നാണ് നമ്മൾ വീട്ടിലും പള്ളിയിലും ഒക്കെ പറയുന്നത്.
അതിന് പകരമായി എനിക്ക് പഠിക്കണം. ഇവിടെ മത്തായിൽ അതില്ല. മത്തായിൽ വേറൊരു പൊസിഷനിലാണ് കർത്താവിന്റെ പ്രാർത്ഥന. അത് ഞാൻ പറയാം, അതൊരു സ്ട്രാറ്റജിക് പൊസിഷനാണ്, അതിലോട്ട് വരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരിൽ ഒരാൾ ആവശ്യപ്പെടുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യുക, കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിക്കുക പ്രാർത്ഥന. ഇതൊരു മൈൻഡ് സെറ്റാണ്, ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ പഠിപ്പിക്കാമെന്നല്ല, എനിക്ക് പഠിക്കണം. ഐ വോണ്ട് ടു ലേൺ, എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുന്ന മനോഭാവം തന്നെ ജീവന്റെ ആരംഭമാണ്. ചുരുക്കത്തിൽ കേൾക്കുവാൻ, പഠിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ ഉള്ള മനസ്സ് സുജീവനത്തിന്റെ ആരംഭമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രാർത്ഥന നമ്മൾ കാണുമ്പോൾ അതിന് മേളിലുള്ള 8 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ടേ അത് മനസ്സിലാക്കാവൂ. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥന ആ 8 വാക്യങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു ചിന്തയിൽ ഉളവായ പ്രാർത്ഥനയാണ്. ആ 8 വാക്യങ്ങളിൽ കാണുന്നത് എന്താണ്? പെർഫോമൻസിനെ കുറിച്ചാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം, മത്തായി 6 എന്താ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവർ കാണാനും കേൾക്കാനും ഒരു ലോജിക്കുമില്ലാത്ത, യുക്തിയില്ലാത്ത, ചിന്തയില്ലാത്ത, ആവർത്തന വിരസമായ ചില ജൽപ്പനങ്ങളെ കുറിച്ച് 6-ാം അധ്യായം നിങ്ങൾ അതാണ് ചെയ്യുന്നതെന്ന് അവരെ നോക്കി കർത്താവ് പറയുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങളെ പെർഫോമൻസ് ആണ്, ആ കഴമ്പില്ല, ആത്മാർത്ഥതയില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കൂട്ടുന്നു. എന്നാൽ ഞാൻ പറയാം എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ അവിടെ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴമ്പുള്ള പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുകയാണ്. 8 വരെയുള്ള വാക്യങ്ങളിൽ പെർഫോമൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പബ്ലിക് പെർഫോമൻസിനെ കുറിച്ചും ചിന്തയില്ലാത്ത ആവർത്തനങ്ങളെ കുറിച്ചും കാണുമ്പോൾ കർത്താവ് അർത്ഥഗാംഭീര്യത്തോടെ ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നു. 2-3 പേരുടെ ചെറിയ വാക്കുകളോടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം. തെർത്തുല്യൻ എന്ന സഭാപിതാവ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നത് ലോർഡ്സ് പ്രയറിനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദ ഗോസ്പൽ. അത് എത്ര ആഴമേറിയതാണ്. അതായത് സുവിശേഷത്തിന്റെ അന്തസത്തയാണ്, സാരാംശമാണ് കർത്താവിന്റെ പ്രാർത്ഥന. സോ തെർത്തുല്യൻ കോൾസ് ദിസ് പ്രയർ ആസ് ദ സമ്മറി ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ അന്തസത്ത. തോമസ് വാട്സൺ എന്ന് പറയുന്ന മറ്റൊരാള് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്, തോമസ് വാട്സൺ പറഞ്ഞത് ബോഡി ഓഫ് ഡിവിനിറ്റി, ദൈവീകതയുടെ ഭാഗം, ദൈവീകതയുടെ ചട്ടക്കൂടാണ് കർത്താവിന്റെ പ്രാർത്ഥന. ബോഡി ഓഫ് ഡിവിനിറ്റി, ലോർഡ്സ് പ്രയർ ഇസ് ദ ബോഡി ഓഫ് ഡിവിനിറ്റി. ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ജെ പാക്കർ, PACKER. ജെ പാക്കർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ കീ ടു ദ ഹോൾ ബിസിനസ് ഓഫ് ലിവിങ്. ഒന്നുകൂടെ പറയാം, ലോർഡ്സ് പ്രയർ ഈസ് എ കീ ടു ദ ഹോൾ ബിസിനസ് ഓഫ് ലിവിങ്. ജീവിത വ്യവഹാരത്തിലേക്കുള്ള താക്കോലാണ്, അതിന്റെ താക്കോലാണ് കർത്താവിന്റെ പ്രാർത്ഥന. അതാണ് സുജീവനം കർത്താവിന്റെ പ്രാർത്ഥനയെ ആധാരമായി എടുത്തത്. പാക്കർ പറയുന്ന വാക്യമാണ്, ജെ പാക്കർ. അദ്ദേഹം പറയുന്നത് കീ ടു ദ ഹോൾ ബിസിനസ് ഓഫ് ലിവിങ്, ജീവിത വ്യവഹാരത്തിന്റെ താക്കോൽ. ചുരുക്കത്തിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മെന്റ് ടു ബി പ്രേയ്ഡ്, ബട്ട് ഇറ്റ് ഈസ് മെന്റ് ടു ബി ലിവ്ഡ്. ഇത് ജീവിക്കാൻ ഉള്ള നമ്മളോടുള്ള ആഹ്വാനമാണ്. പ്രാർത്ഥിക്കുക, ഉരുവിടുക എന്നതിലപ്പുറമായി കർത്താവിന്റെ പ്രാർത്ഥന ജീവിപ്പാനായിട്ട് ഇടയാകണം. ഈ ഭാഗത്ത് തന്നെ, കർത്താവിന്റെ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആധുനിക ഒരു വേർഷൻ, കണ്ടംപററി വേർഷൻ, അത് പറഞ്ഞിരിക്കുന്നത് ജെ മാനി, MANNY, ജെ മാനി സാന്റിയാഗോ എന്ന വ്യക്തിയാണ്. SANTIAGO. ജെ മാനി സാന്റിയാഗോ വേദപുസ്തകത്തിൽ കാണുന്ന കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ കാലാനുസൃതമായി ഒന്ന് മാറ്റിയിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ ആ സംസ്കാരത്തിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് പറയുന്ന ചില പ്രസക്തമായ കാര്യങ്ങൾ സുജീവനത്തിന് അർത്ഥവത്താണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. ഇത് ഞാൻ പറയാൻ പോകുന്നതാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒരു ആധുനിക മാനം. അത് പറഞ്ഞിരിക്കുന്നത് ജെ മാനി സാന്റിയാഗോ. ഞാൻ അതൊന്ന് ഉരുവിടാം. ആദ്യത്തെ വാക്കെന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഓക്കെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അദ്ദേഹം അതേ പറയാതെ ആ എസൻസ് മുഴുവൻ ഉൾക്കൊള്ളുന്ന, ഈ നിങ്ങൾ ഇച്ചിരി ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഞാൻ സ്വർഗസ്ഥനായ പിതാവെ മാറ്റി പഠിപ്പിച്ചെന്ന് ദയവായിട്ട് പറയരുത്, എൻ്റെ ഭാവി പോക്കാം. അതല്ല ഞാൻ പറയാൻ വന്നത്. ഇതിൻ്റെ എസൻസ്, അന്തസത്ത മുഴുവൻ, ഇതൊരു ഓപ്പൺ, ഞാൻ പ്രബുദ്ധമെന്ന് ആദ്യം നിങ്ങളെ അങ്ങ് വിളിച്ച് കിളത്തിയത് കൊണ്ടാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇച്ചിരി ഓപ്പൺ ആയതുകൊണ്ട്
ഇത് കർത്താവിന്റെ പ്രാർത്ഥന മാറ്റുക എന്നല്ല, ഒരുത്തന്റെ ജീവിതത്തിൽ ഇത് അർത്ഥവത്തായ രീതിയിൽ സുജീവനമാണ് പറയുന്നതെങ്കിൽ ആ വാക്കുകൾ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നുള്ളൂ. പക്ഷെ കർത്താവ് പറയുന്ന ആ ഘടനയ്ക്ക് വിരുദ്ധമല്ല. ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. ഇതാ മനസ്സിലാക്കേണ്ടത്. ഞാൻ അത് പറയുമ്പോഴാണ് ഞാൻ അപവാദത്തിൽപ്പെടുന്നത്. കോൺട്രഡിക്ടറി അല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ആദ്യത്തെ വാചകം പറയാം. അവർ പേരന്റ്, ഫാദർ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പേരന്റ് എന്നാണ്. ഞാൻ അതിലെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പേരന്റ് എന്ന് പറയുമ്പോൾ മാതാവും പിതാവുമാകാം, ആ അർത്ഥത്തിലാണ്. ദൈവത്തെ പിതാവും മാതാവുമായി നമ്മൾ കാണുന്ന എത്രയോ വേദഭാഗങ്ങൾ വേദോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അവർ പേരന്റ് who is among us, blessed be your creation. ഞാൻ ഒന്നുകൂടെ പറയാം. Our parent who is among us, blessed be your creation. ഞാനത് മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗസ്ഥനായ അല്ല, ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ഞങ്ങളുടെ രക്ഷകർത്താവേ. രക്ഷിതാവേ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരും. അല്ലെ മാതാവേ പിതാവേ, നിന്റെ സൃഷ്ടി വാഴ്ത്തപ്പെട്ടത്. പരിസ്ഥിതിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്, തൊട്ടു മുമ്പ് നമ്മൾ കേട്ടത്. നിന്റെ സൃഷ്ടി വാഴ്ത്തപ്പെട്ടത്. ഹാലോഡ് ബി ദൈ നെയിം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുന്നതിന്റെ അന്തസത്ത എന്താണ്? കർത്താവിന്റെ സൃഷ്ടി വാഴ്ത്തപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ സാന്റിയാഗോ ആദ്യത്തെ വാചകം അങ്ങനെ പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വലിയ വ്യത്യാസമില്ല. അതിങ്ങനെയാണ്: മേ യുവർ റെയിൻ, റെയിൻ REIGN, ഭരണം. മേ യുവർ റെയിൻ ബി എ റിയാലിറ്റി ഹിയർ ഓൺ എർത്ത്. ഇവിടെ ഭൂമിയിൽ നിന്റെ വാഴ്ച ഒരു യാഥാർത്ഥ്യമാക്കണമേ, നിന്റെ രാജ്യം വരണമേ. അതിന് തന്നെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത വാചകത്തിൽ കൊടുത്തിരിക്കുന്നത് സുജീവനത്തിന്റെ സ്വർണവാക്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തേത് അത് രാജ്യത്തെ സംബന്ധിച്ച് തന്നെയുള്ള വാക്കാണ്, അതൊന്നും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വാചകം ഇങ്ങനെയാണ്, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ആദ്യം പറയാം. MAY we become more interested, കൂടുതൽ താല്പര്യം, more interested in building, പണിയുക, in building your അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, kingdom. തിരുമേനി പറഞ്ഞ അത് തന്നെ അവസാനം പറഞ്ഞു നിർത്തിയ വാക്കാണ് ബന്ധം, സൗഹൃദം. കിങ്ഡമിന് അങ്ങ് എടുത്തു കളഞ്ഞു. കിൻ എന്താ? സൗഹൃദം, ബന്ധം, സ്നേഹം, അതിന്റെ ആഴം. അപ്പോൾ ഈ സാന്റിയാഗോ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ അധികാരവും അതീശത്വമുള്ള ഭാഷ മാറ്റിയിട്ട് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഭാഷയാണ് കിങ്ഡം. കിങ്ഡത്തിന് പകരം കിങ്ഡമാക്ക്. അവിടെയാണ് ഒരുമിച്ച് വസിക്കുന്ന ശക്തി വെളിവാകുന്നത്, പരസ്പര സ്നേഹം. ഒന്നുകൂടെ ഞാൻ പറയാം. മേ വി ബിക്കം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ബിൽഡിംഗ് യുവർ DOM, കാരണം അതൊരു ഇംഗ്ലീഷ് വാക്കല്ല. കിങ്ഡം ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ. than in waiting for it to come down from above. than in waiting for it to come down from above. മുഴുവനായി മലയാളത്തിൽ ഞാൻ പറയാം. ഇങ്ങനെയാണ്: നിന്റെ ബന്ധങ്ങളുടെ അഥവാ സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ എന്നൊക്കെ നമുക്ക് പറയാം, കൂട്ടായ്മയുടെ ഇടം, സ്പേസ്, അത് മുകളിൽ നിന്ന് എപ്പോഴെങ്കിലും താഴേക്ക് ഇറങ്ങി വരുമെന്ന് കാത്തിരിക്കാതെ ഇപ്പോൾ അത് പണിയുവാൻ, നിർമ്മിക്കുവാൻ ഞങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കണമേ. എന്നോട് പറയാം. ബന്ധങ്ങളുടെ, സൗഹൃദത്തിന്റെ, കൂട്ടായ്മയുടെ ഇടം, സ്പേസ്, അല്ലെങ്കിൽ ആ അധികാരം, അല്ലെങ്കിൽ ആ സ്വാധീനം മുകളിൽ നിന്ന് താഴേക്ക് വരുമെന്ന് നമ്മൾ കാത്തിരിക്കാതെ അത് ഭൂമിയിൽ പണിയുവാൻ ഞങ്ങളിൽ താല്പര്യം ജനിപ്പിക്കണമേ. ചുരുക്കത്തിൽ ഞാൻ അവിടെ ആ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉറക്കം തൂങ്ങി നമ്മൾ ഇനാക്റ്റീവായി, നിഷ്ക്രിയരായി ഇരിക്കുന്നതല്ല സുജീവനം. വി ആർ ആക്റ്റീവ് കോ വർക്കേഴ്സ് വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടെ ചേർന്ന് ഇത് പണിയുവാൻ, ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം, സൗഹൃദങ്ങളുടെ, ബന്ധത്തിന്റെ രാജ്യം കെട്ടുപണി ചെയ്യാൻ താല്പര്യം ഉണ്ടാകണം. ചുരുക്കത്തിൽ സുജീവനം എന്ന് പറയുന്നത്, നമ്മൾ ദൈവം നമുക്ക് തന്നോളും എന്ന് പറഞ്ഞ് നമ്മൾ നിഷ്ക്രിയരായി സ്വീകർത്താക്കളായിട്ടിരിക്കുകയല്ല, നിഷ്ക്രിയരായ സ്വീകർത്താക്കളല്ല, മറിച്ച് വി ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. ഈ ഒരു സൗഹൃദ രാജ്യം സ്ഥാപിക്കുന്നതിന് നമ്മുടെ താല്പര്യം അതിൽ ഉണ്ടാകണം. താഴോട്ടുള്ള വാക്യങ്ങൾ വലിയ വ്യത്യാസമില്ല. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രാർത്ഥനയായിട്ടല്ല, അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലെറ്റ് us ഷെയർ അവർ ബ്രെഡ്
വിത്ത് ദോസ് ഹു ഹങ്കർ. വിശക്കുന്നവർക്ക് അവർക്ക് നമ്മുടെ അപ്പം നമുക്ക് പങ്കിടാം. ലെറ്റ് us do. അല്ലാതെ അതിൽ പറയുന്നത് ഗീവ് us this day our daily bread. അതിന്റെ ഇംപ്ലിക്കേഷൻ തന്നെയാണ്. എനിക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പങ്കിടുക. ലെറ്റ് us share our bread with those who hunger. അടുത്തത് let us learn to forgive as well as to receive forgiveness. ഒന്നുകൂടെ പറയാം. let us learn to forgive and to receive forgiveness. രണ്ട് കാര്യങ്ങളുണ്ട്. ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും ക്ഷമ ലഭിക്കുവാനും പഠിക്കണം. അതിന് നമുക്ക് പഠിക്കാം. ലെറ്റസ് എന്നാ പറയുന്നത്, പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ വാചകമല്ല. അപ്പോൾ ഒന്ന്, ലെറ്റ് us share our bread with those who hunger. വിശക്കുന്നവരോട് ഞാൻ എൻ്റെ അപ്പം ഷെയർ ചെയ്യുന്നു, ഞങ്ങൾ ഷെയർ ചെയ്യാം. രണ്ട് പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുവാനും ക്ഷമ ലഭിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിന്റെ ലാസ്റ്റ് വാചകങ്ങളിലേക്ക് വരുമ്പോൾ ഹെൽപ്പ് us through the time of temptation. വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് നീ തുണ നിൽക്കണമേ. ഹെൽപ്പ് us through the time of temptation, delivering us from all evil. അത് തന്നെ, മാറ്റം വരുത്തിയില്ല. എല്ലാ തിന്മയിൽ നിന്നും ദുഷ്ടനായവനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. So help us through the time of temptation and delivering us from all evil. ഫൈനൽ സെന്റൻസ് ഇതാണ്. അതിനും പ്രാധാന്യമുണ്ട്. അവസാനത്തെ സെന്റൻസ് നമ്മൾ പറയുന്നത് എന്താണ്? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സാന്റിയാഗോ അതിനെ മറിച്ചെഴുതിയിരിക്കുന്നു. For ours, ഞങ്ങളുടേതാണ്, are the eternal blessings that you pour upon earth. ഒന്നുകൂടെ പറയാം. For ours are the eternal blessings that you pour, P-O-U-R, pour upon the earth. ഭൂമിയിൽ നീ ചൊരിയുന്ന നിത്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടേതാണ്. ആ വാചകത്തിന്റെ ടോൺ എന്താണെന്നറിയാമോ? അവകാശവാദം ഉന്നയിക്കുക. ദാറ്റ് മീൻസ് സുജീവനം നമ്മുടെ റൈറ്റ് ആണ്. ഇവിടെ ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു മനുഷ്യനും സുജീവനം ക്ലെയിം ചെയ്യാതിരിക്കരുതെന്നാണ് പറയുന്നത്. ദിസ് ഈസ് മൈ റൈറ്റ്. ദൈവത്തിന്റെ മക്കളായ ക്രിസ്തുവിന്റെ ശിഷ്യരായ ആളുകളുടെ എല്ലാം അവകാശമാണ് സുജീവനം. ആ വാചകം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഫോർ അവേഴ്സ് ആർ ദി ഇറ്റേണൽ ബ്ലെസ്സിങ്സ്, ഞങ്ങളുടേതാണ്, ക്ലെയിം ചെയ്യുകയാണ്, ഞങ്ങൾ അവകാശമാക്കി, എന്റെ റൈറ്റ് ആണ് മനോഹരമായ ജീവിതം. ഇത് യൂട്യൂബും ഇത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം, അല്ലെ ലാസ്റ്റിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ഇന്നത്തെ ചിന്ത, അത് ഞാൻ നൽകിയ തലക്കെട്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമഗ്രതയെക്കുറിച്ചാണ്. കർത്താവിന്റെ പ്രാർത്ഥനയിലെ സമഗ്രതയും സാർവത്രികതയും. സർവ സൃഷ്ടി എന്ന് പറയുമ്പം തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ പാരിസ്ഥിതിക ദർശനം, ഓൾ എംബ്രേസിങ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൃഷ്ടിയുടെ സമഗ്രത, ഹോൾനെസ്, സാകല്യം എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ ആത്യന്തിക വേദപുസ്തക ദർശനം അത് കർത്താവിന്റെ പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുമ്പോൾ ഞാൻ ഈ 6 പെറ്റീഷൻസും പറയുന്നേ ഇല്ല. 3 കാര്യങ്ങൾ മാത്രമാണ്. അത് ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ചിന്തയിലേക്ക് പറയുന്നു. ഈ പ്രാർത്ഥന ഈ സമഗ്രതയുടെ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാർവത്രികതയുടെ പ്രാർത്ഥനയാണ്. അതിലെ ചില നുറുങ്ങുകൾ മാത്രം ഞാൻ പറയാം. 1-2 പ്രയർ മാത്രം വിശദീകരിച്ച് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മത്തായിയും ലൂക്കോസും തമ്മിൽ ഇത് രേഖപ്പെടുത്തിയതിലെ വ്യത്യാസത്തിൽ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ ഇതാണ്. 3 കാര്യങ്ങളിൽ തന്ത്രപ്രധാനമായ സ്ഥാനം, കർത്താവിന്റെ പ്രാർത്ഥനയുടെ സ്ട്രാറ്റജിക് പൊസിഷൻ. തന്ത്രപ്രധാനമായ സ്ഥാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നാം. ഞാനത് വിശദമാക്കി തരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന എവിടാണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു. എവിടെയാണ് കർത്താവിന്റെ പ്രാർത്ഥന? ഒരു പുള്ളി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരുത്തൻ ചോദിച്ചപ്പോഴാണ് കർത്താവ് റെസ്പോണ്ട് ചെയ്തത്. ഇനി നിങ്ങൾ പറ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന എവിടെയാണ്? ഉറക്കെ പറഞ്ഞോ. ഇത്രയും നേരം ഞാനല്ലേ സംസാരിച്ചത്, ഒന്നുകൂടെ കേൾക്കട്ടെ. ഏതിന്റെ ഭാഗമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. വിശാലമായ ഗിരിപ്രഭാഷണത്തിന്റെ 5 മുതൽ 7 വരെയുള്ള അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം എന്ന് അറിയപ്പെടുന്നത്. ചിന്തകന്മാർ പറയുന്നത് മത്തായി എന്ന സുവിശേഷകൻ മനഃപൂർവ്വം ഈ ഗിരിപ്രഭാഷണത്തിന്റെ നടുക്കുകൊണ്ട് ഈ പ്രാർത്ഥന പ്ലേസ് ചെയ്തു.
അവിടെയാണ് അത് വെച്ചിരിക്കുന്നത്. അതൊരു തന്ത്രപ്രധാനമായ സ്ഥാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് അത്രയും പ്രാധാന്യമില്ല. എന്താണ് ഈ പ്രധാനമായ സ്ഥാനം? അതാണ് അതിന്റെ ഹോൾനെസ്സിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ആവർത്തിക്കാം, ഈ പറഞ്ഞത് മനസ്സിലാകാതെ പോകരുത് ആരും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന പോലല്ല മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന കാണുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന കാണുന്നത് ഗിരിപ്രഭാഷണത്തിന്റെ നടുക്ക്. അപ്പോൾ ഗിരിപ്രഭാഷണം എന്താണെന്നോട് അറിയണം. എന്നിട്ടാണ് മത്തായി എന്തിനാ ഇങ്ങനെ കൊണ്ട് വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. സോ മത്തായിയിൽ കർത്താവിന്റെ പ്രാർത്ഥന ഗിരിപ്രഭാഷണത്തിന്റെ മധ്യത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഗിരിപ്രഭാഷണവും കർത്താവിന്റെ പ്രാർത്ഥനയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, വാട്ട് ഈസ് സെർമൺ ഓൺ ദ മൗണ്ട്? ഗിരിപ്രഭാഷണം മുഴുവൻ നമുക്ക് തുടക്കം തൊട്ടേ അറിയാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, താഴോട്ട് വായിക്കുമ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവിടെ പറയുന്നത് എന്താ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഉറക്കെ പറഞ്ഞു ഭൂമിയെ. അപ്പൊ ഭൂമിയെ അവകാശമാക്കുന്നതിന്റെ പേരില്ല ഇന്ന് പ്രശ്നങ്ങൾ മുഴുവൻ. ഭൂമിയെ അവകാശമാക്കാൻ എന്നാ ചെയ്താൽ മതി? എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? സൗമ്യത കാണിച്ചാൽ മതി. കർത്താവിന്റെ ഓഫറാ, മനുഷ്യന്റെ ഓഫർ അല്ല. പോട്ടെ, ഇത്രയും റിച്ച് ആയിട്ടുള്ള ഗിരിപ്രഭാഷണമാണ് കിടക്കുന്നത്. പിന്നെ താഴോട്ട് കൽപ്പനകളും എല്ലാം അതിന്റെ സംഗതികളെല്ലാം വരുന്നുണ്ട്. അതിന്റെ നടുവിലായി 6-ാം അധ്യായം 7-നും 5-നും 7-നും നടുക്ക് ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത്. യേശുവിന്റെ മോറൽ ടീച്ചിങ്സ്, അതായത് ഇത് മുഴുവൻ 5 മുതൽ 7 വരെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന കാര്യമാണ്. യേശുവിന്റെ ധാർമ്മിക അനുശാസനങ്ങളുടെ വൻ ശേഖരമാണ് ഗിരിപ്രഭാഷണം. യേശുവിന്റെ മോറൽ ടീച്ചിങ്സിന്റെ വൻ കളക്ഷൻ എന്ന് നമ്മൾ പറയത്തില്ലേ? ഈ മോറൽ ടീച്ചിങ്സ് യേശു പറയുമ്പോൾ ഈ ധാർമ്മിക അനുശാസനങ്ങൾ ജീവന്റെ തുടിപ്പുകളാണ്. കർത്താവ് ഇവിടെ പറയുന്നത് പോലെ ഈ പ്രഭാഷണത്തിൽ പറയുന്നത് വിശ്വാസികൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ എത്ര വലിയ സൗഖ്യമാണ് ലോകത്തിൽ ഉണ്ടാകുന്നത്, ജീവനാണ് ലോകത്തിൽ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തോ അതാണ് ഗിരിപ്രഭാഷണത്തെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ഈ പ്രാർത്ഥിക്കുമ്പം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരു 90%, 100% എന്ന് പറയാം, വെള്ളിയാഴ്ച പ്രാർത്ഥനയെ സംബന്ധിക്കുന്നവരാ. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലെ നമ്മുടെ പ്രാർത്ഥന ശൈലി, ഞാൻ പ്രജുഡിസ്ഡ് ആയിട്ട് പറയുകയല്ല, വെള്ളിയാഴ്ച പ്രാർത്ഥന മാത്രമല്ല നമ്മുടെയൊക്കെ പ്രാർത്ഥന ശൈലിയിൽ ഒരു വ്യത്യാസം ഇതിലൂടെ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഞാനതിനെ ഇങ്ങനെ ഒന്ന് പറയട്ടെ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന എന്നത് അതിൻ്റെ ഫലം വെളിയിൽ നിന്നോ പുറത്തു നിന്നോ നമുക്ക് എന്തോ ലഭിക്കുന്നതോ സംഭവിക്കുന്നതോ മാത്രമല്ല. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു, സേവായി, അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമായ. അതായത് പുറത്തു നിന്ന് ഇപ്പം എനിക്കൊരു ഭൗതിക നന്മ ലഭിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടി, സാക്ഷ്യം പറയുന്നവരുണ്ട്. കറക്റ്റാണ്, അത് വളരെ പ്രധാനപ്പെട്ടതല്ല. തിരുമേനി മുമ്പേ പറഞ്ഞ പോലെ അത് അതിന്റെ ആദ്യ ഭാഗമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെടുന്നത് എവിടാന്നറിയാമോ? ഇത് മാത്രം നോക്കിയിരിക്കുമ്പോഴാണ്. അപ്പൊ പറയോ പ്രാർത്ഥിച്ചപ്പോ കിട്ടിയില്ല, പിന്നെ ടെൻഷനാണ്, അപ്പോളേ സുജീവനം പോയി, പിന്നെ സൗഖ്യം പോയി, പിന്നെ കർത്താവിനോടടി, വീട്ടുകാരോടടി, പ്രാർത്ഥിച്ചത് കിട്ടിയില്ല. പ്രാർത്ഥന അതല്ല. കർത്താവിന്റെ ഈ ഗിരിപ്രഭാഷണവും ഈ പ്രാർത്ഥനയും ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല. എന്താണ് പ്രാർത്ഥന എന്നത്? അതിന്റെ ഫലം വെളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്തോ അനുഗ്രഹം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇതാണ് വളരെ പ്രധാനം, നമ്മുടെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് പ്രാർത്ഥനയുടെ ഫലം. ചുരുക്കത്തിൽ ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥന കേട്ടില്ലെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഉത്തരം ദൈവം എന്ത് തന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് ദൈവം തരുന്ന ഒരു ഉൾക്കരുത്തുണ്ട്. ദൈവം മറുപടി തന്നു, പക്ഷെ മറുപടി തന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. ഞാൻ ആ ഭാഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഗിരിപ്രഭാഷണം എന്താ? ധാർമ്മിക പഠിപ്പിക്കലുകളുടെ വൻ ശേഖരമാകുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക്, ഇവിടെ പറഞ്ഞ ഈ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ആ ഉത്തരം എന്താണ്? ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. ചുരുക്കത്തിൽ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള ഈ പ്രബോധനങ്ങൾ, ഉദ്ബോധനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എത്ര വലിയ ജീവനാണ്. ചുരുക്കത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രായോഗിക വശമാണ് ഈ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം. പ്രഭാഷണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സാർവത്രികമായ പിതൃത്വവും മാതൃത്വവും എന്ന് പറയാം, സാർവത്രികമായ ബന്ധുത്വമാണ്. ഈ സാർവത്രികതയുടെ താക്കോലാണ് കർത്താവിന്റെ പ്രാർത്ഥന. ഇതാണ് ഞാൻ ഒന്നാമതായിട്ട്
ഈ സമഗ്രതയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഒന്നാമത്തെ പോയിന്റ് വിടാം. ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടെ? മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ ഇടയിൽ ഈ പ്രാർത്ഥന പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ? കർത്താവിന്റെ പ്രാർത്ഥന ഒരു താക്കോലാണ്. എന്താണ് ഈ താക്കോൽ? ഈ താക്കോലിലൂടെ ഈ പ്രബോധനം ജീവിക്കാൻ, ആ പ്രബോധനം എന്താണ്? ആത്മാവിലെ ദാരിദ്ര്യം, സൗമ്യതയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, ഇതിലേക്ക് നമ്മൾ അതിന്റെ ഫലം ലഭിക്കുന്ന കീ ആണ് കർത്താവിന്റെ പ്രാർത്ഥന. അപ്പോൾ തീർച്ചയായിട്ടും തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയിലെ 2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തെ അപേക്ഷ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അടുത്ത വാക്ക്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് അതൊന്ന് പറയാം. ഒന്നുകൂടെ പറയാമോ? എന്റെ കൂടെ ഒന്ന് പറയാമോ? നിന്റെ ഇഷ്ടം. ശരി, അപ്പൊ പറ, സ്വർഗമാണോ ഭൂമിയാണോ നല്ലത്? സ്വർഗമാണോ ഭൂമിയാണോ വലുത്? ഈ മനസ്സിൽ ഉറച്ചതേ പറയാവൂ. എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയൂ. എനിക്കറിയാം അത് പറയാം. CSI സഭ പരിസ്ഥിതിക്ക് ഇത്രയും പറയുമ്പോൾ തിരുമേനിയൊക്കെ ഇരിക്കുമ്പം ഭൂമി എന്ന് പറഞ്ഞല്ലേ ഒരു വല്ലായ്മയല്ലേ? അങ്ങനെ പറയണ്ട, ആരും അങ്ങനെ പറയണ്ട. നമ്മുടെ ഇതുവരെയുള്ള ധാരണകൾ അതിൽ പാളിച്ച ഉണ്ടെങ്കിൽ തിരുത്തണം. ഭൂമി, അത് ഞാൻ പറയാം. ഞാൻ രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്കിതാണ് സ്ഥലദ്വൈതം വെസസ്. പിന്നെയും ഇത് മേളിക്കൂടെ കയറുകയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വാക്കുകൾ കുറെ ഞാനത് മനസ്സിലാക്കി തരാം. എന്തോ കട്ടി കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് സ്വന്തം ഇടവയെന്നാ ഇനി. സ്ഥലദ്വൈതം വെസസ് സ്ഥല സമന്വയം. ഞാനത് വിശദീകരിച്ചു തരാം. സ്ഥലദ്വൈതം എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഡ്യുവലിസം. സ്പേഷ്യൽ ഡ്യുവലിസം ഇതാണ് വലുത്. ഇതൊരുമാതിരി നികൃഷ്ടമാണ്, വൃത്തിഹീനമാണ്, ചെളിയല്ലേ, ഇച്ചിച്ചി. ഇതാണ് പ്രശ്നം. അതാണ് സ്ഥലദ്വൈതം എന്ന് പറയുന്നത്, സ്പേഷ്യൽ ഡ്യുവലിസം. വേഴ്സസ് അതിന് ഓപ്പോസിറ്റ് ആണ് സ്ഥല സമന്വയം. ഇനി പറ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവ് ഇവിടെ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ അപേക്ഷയിൽ മാത്രമല്ല, കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഉടനീളം ഒരു പക്ഷെ കണ്ടാൽ നമുക്ക് തോന്നും സ്വർഗവും ഭൂമിയും തമ്മിൽ കർത്താവ് വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. ഒരു സ്ഥലദ്വൈതം ഇവിടെ എല്ലാം ഉണ്ട്. കാരണം യഹൂദന്റെ കാഴ്ചപ്പാട് അതാണ്. സ്വർഗം ദൈവം വാഴുന്ന ഇടമാണ്, അവിടെ ദൈവം സന്നിഹിതനാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അവന്റെ വാസവും വാഴ്ചയും സ്പഷ്ടമല്ല എന്നുള്ള ദ്വന്ദ്ഭാവം വേറുറച്ച വിശ്വാസ സമൂഹത്തിലാണ് കർത്താവ് ഇത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഈ പ്രാർത്ഥന കേൾക്കുമ്പം കർത്താവ് തന്നെ സ്വർഗവും ഭൂമിയും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വേർതിരിച്ച് പറയുകയാണ്. അവിടെ ഇരിക്കുന്നവർ ഒന്നാമതേ മുൻവിധിയാ. എന്താണ് മുൻവിധി? സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലം, അത് അവനവിടെ സന്നിഹിതനാണ്. ഭൂമി അവന്റെ വാസമില്ല, വാഴ്ചയില്ല, സ്വർഗത്തിലാണ്. അങ്ങനെയെങ്കിൽ ഭൂമി ഒരു 2ാം തരമാണ്. എന്നാൽ ഈ അപേക്ഷ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ പറയിപ്പിച്ചത്. ഒന്നുകൂടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയാൽ സത്യത്തിൽ എന്താ? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിമനോഹരമായി ഈ ദ്വന്ദ്ഭാവത്തെ ആ പ്രാർത്ഥന ദുർബലമാക്കുകയാണ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ ഭൂമിയിലും. there is no disparity whatsoever. അവിടെ ഒരു വേർതിരിവില്ല. അപ്പോൾ സ്വർഗം ഭൂമി എന്ന വാക്കുകൾ അവിടെ ഉപയോഗിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ എന്ത് നടക്കുന്നോ അതുപോലെ ഭൂമിയിലും വേർതിരിവില്ല. പിന്നെ ആരാണ് ഈ വേർതിരിവ് സൃഷ്ടിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള വികലമായ അറിവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണം എഴുതി വെച്ചതല്ല പ്രശ്നം. പിന്നെയും പറയുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ വ്യാഖ്യാനമാണ് പലപ്പോഴും പ്രശ്നം. ഇന്റർപ്രിട്ടേഷൻ ഈസ് ഡേഞ്ചറസ്. അപകടകരമായ രീതിയിൽ അതിനെ ഏത് രീതിയിലും കൊണ്ടുപോകാം. അപ്പോൾ അതാണ് ഇന്നും നമ്മുടെ ചില സങ്കല്പങ്ങൾ വികലമായിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റമാണ് ഈ പ്രാർത്ഥനകളുടെ ആനുകാലിക വായനയിലൂടെ മനസ്സിലാക്കേണ്ടത്. ശരി, അപ്പൊ ഞാനിത് അവിടെ അങ്ങ് തീർക്കട്ടെ. ഈ അപേക്ഷ അതുകൊണ്ട് തന്നെ ഈ ദ്വൈതത്തെ ദുർബലമാക്കുകയാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ദ്വികരണം അല്ലെങ്കിൽ വേർതിരിവ് ഇല്ലാതാകുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ഞാൻ ഒരു വാക്കോടെ ചേർത്ത് അത് അവസാനിപ്പിക്കാം. സ്വർഗവും ഭൂമിയും തമ്മിൽ ശ്രേഷ്ഠമായ ഒരു സന്തുലിതമാക്കൽ കർത്താവ് കൊണ്ടുവരുന്നു. എത്ര മനോഹരമാണത്, എത്ര പരിസ്ഥിതിപരമാണ്, എത്ര പ്രകൃതി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാക്കാണത്. കർത്താവ് തന്നെ സ്വർഗവും ഭൂമിയെയും സന്തുലിതമാക്കുന്ന ഒരു അനുഭവം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഭൂമി സ്വർഗത്തെക്കാൾ ഒട്ടും താണതല്ല എന്നതാണ് കർത്താവ്
ഈ ഭാഗത്ത് നമ്മളോട് അർത്ഥമാക്കണം. അതിൻ്റെ അർത്ഥം ഇറ്റേണൽ ലൈഫ് ഇല്ലെന്നല്ല, നിത്യ ജീവൻ ഇല്ലെന്നല്ല. ഞാൻ ആദ്യം പറഞ്ഞു സുജീവനത്തിന്റെ രണ്ടർത്ഥങ്ങൾ. ഒന്ന്, ഭൂമിയിലെ ജീവനെ പോലെ സ്വർഗത്തിൽ നമ്മൾ കാംക്ഷിക്കുന്ന ഇറ്റേണൽ ലൈഫ്, നമ്മളൊക്കെ കാത്തിരിക്കുന്ന നിത്യത പോലെ തന്നെ പ്രാധാന്യം ഭൂമിയിലെ ജീവിതത്തിനുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ പലപ്പോഴും നിരുത്തരവാദിത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ സുജീവനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. ഈ സ്ഥലദ്വൈതത്തിന് പകരം സ്ഥല സമന്വയത്തിലേക്ക് നമ്മളെ നയിക്കണം. ഈ ദ്വികരണം ഇല്ലാതാക്കുവാനായിട്ട് ഇടയാകണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ രണ്ട് സമഗ്രതയുടെ സാർവത്രികയുടെ ഭാവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ അതൊരു തന്ത്രപരമായ സ്ഥാനം. അതിന്റെ അർത്ഥം ഗിരിപ്രഭാഷണത്തിലെ ധാർമ്മിക അനുശാസനങ്ങളുടെ കീ ആണ് കർത്താവിന്റെ പ്രാർത്ഥന. കർത്താവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം പ്രതിഫലിക്കണം ഗിരിപ്രഭാഷണത്തിലെ ചിന്തകൾ ജീവിതത്തിൽ വരുന്നതിലൂടെ. ഇന്ന് അതിന് നമുക്ക് പലപ്പോഴും മനസ്സില്ല. അതാണ് പ്രശ്നം. ഗിരിപ്രഭാഷണം ജീവിച്ചാൽ ഈ ലോകത്തിൽ സുജീവനം തന്നെ ഉണ്ടാകും, സൗഖ്യമുണ്ടാകും, സമാധാനം ഉണ്ടാകും. അതാണ് കർത്താവിന്റെ പ്രാർത്ഥനയെ നടുക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം അതാണ് അതിന്റെ കീ എന്ന് പറയുന്നത്. രണ്ടും ഞാൻ പറഞ്ഞത് സ്ഥലദ്വൈതത്തിനപ്പുറമായ സ്ഥല സമന്വയം. മൂന്നാമതായിട്ട് അവസാനമായിട്ടും ടൈറ്റിൽ ഇതാണ്, ബ്രെഡ് ഫോർ ഓൾ, അപ്പത്തിന്റെ സാർവത്രികത. ഒന്ന് പറഞ്ഞത് തന്ത്രപ്രധാനമായ സ്ഥാനം മത്തായിയുടെ സുവിശേഷത്തിൽ. രണ്ട്, സ്ഥല ദ്വൈതമല്ല സ്ഥല സമന്വയം. മൂന്ന്, അപ്പത്തിന്റെ സാർവത്രികത, ബ്രെഡ് ഫോർ ഓൾ. നമുക്കറിയാം ആ വാക്ക്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇതൊരു പക്ഷേ ഈ നടന്ന 8 ക്ലാസ്സുകളിൽ ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മുഴുവൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എനിക്ക്. പുറപ്പാട് 16-ാം അധ്യായം, അതാണ് ഒരു പക്ഷേ ഇതിന്റെ പഴയ നിയമ പശ്ചാത്തലമായി നമുക്ക് എടുക്കാൻ കഴിയുക. അവിടെ പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. പുറപ്പാട് 16-ലെ മന്ന ശേഖരണത്തെ കുറിച്ചാണ്. ഈ ദൈവത്തിനൊരു ക്രമീകരണമുണ്ട്. അതിന് പറയുന്നത് there is a divine arrangement. ഭൂമിക്ക് വേണ്ടി ദൈവത്തിന്റെ, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഒരാൾക്ക് ഒരു ദിവസത്തേക്കുള്ള മന്ന എന്ന രീതിയിൽ നൽകപ്പെട്ട അനുഭവം. എന്നാൽ ഈ ദൈവിക ക്രമീകരണത്തിന്റെ മുഖമുദ്ര എന്താണെന്നറിയാമോ? ഒരാൾക്ക് ഒരു ദിവസത്തേക്കുള്ള മന്ന എന്ന രീതിയിൽ ഒരു എക്കോണമി കർത്താവ് ദൈവം അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രമീകരണത്തിന്റെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ കാണാത്തൊരു കാര്യമാണ്. പൂഴ്ത്തിവെപ്പില്ല, ചൂഷണമില്ല. എന്നാൽ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ ആ മന്ന മോശമാകുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഈ പ്രാർത്ഥനയെ മനസ്സിലാക്കേണ്ടത്. സോ ദിസ് പ്രയർ ഈസ് ഫോർ എ സസ്റ്റൈനബിൾ വേൾഡ്. നിലനിൽക്കുന്ന ലോകത്തിന്റെ പ്രതീകമാണ് ഈ പ്രാർത്ഥന. ദിനംതോറും ഉള്ള ഭക്ഷണ വിതരണം, അത് ഇങ്ങനെ നമുക്കതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാന വിഭവങ്ങൾ. അപ്പം എന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. എന്തുമാകാം, നമ്മുടെ അടിസ്ഥാന വിഭവങ്ങൾ എന്തുമാകാം. ഇവിടെ അപ്പം എന്ന് കർത്താവ് പറഞ്ഞതേ ഉള്ളൂ, അത് ഏറ്റവും പ്രധാനമായതുകൊണ്ട്. അങ്ങനെയുള്ള അടിസ്ഥാന വിഭവങ്ങൾ അതിന്റെ ചൂഷണമോ പൂഴ്ത്തിവെപ്പോ ഇല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് കർത്താവിന്റെ പ്രാർത്ഥനയിലെ ഗീവ് us this day our daily bread എന്ന പ്രാർത്ഥന വിഭാവനം ചെയ്യുന്നത്. അപ്പത്തിന്റെ ചൂഷണവും അതോടൊപ്പം നമ്മൾ പത്രം നോക്കിയാൽ അറിയാം, അപ്പം ഉണ്ടാക്കുന്നവന് നീതി ലഭിക്കാതെ ജീവൻ ഒടുക്കുന്ന ഇന്നത്തെ ഭീകരമായ സാഹചര്യം ഓർത്ത് അനുതപിക്കണം. വാസ്തവത്തിൽ നമ്മുടെ ഞായറാഴ്ച പ്രാർത്ഥനയിലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ ഈ അനുതാപ പ്രാർത്ഥനയ്ക്ക് ഒരു റീഡെഫിനിഷൻ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. അനുതാപ പ്രാർത്ഥനയെ പുനർനിർവചിക്കണം. ഇത് ഈ എത്രയോ കർഷകർ ജീവൻ ഒടുക്കുന്നുണ്ട്. നമ്മുടെ അനുതാപ പ്രാർത്ഥന ഒരു ട്രഡീഷണൽ പാറ്റേണിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇന്നത്തെ ലോകത്തിൽ ആനുകാലിക സംഭവങ്ങളിൽ ഞാനോ നിങ്ങളോ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രതികളായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് നമ്മൾ മാപ്പിരക്കാനായിട്ട് ശ്രമിക്കണം. ഈ വിഷയം ഇവിടെ പറഞ്ഞത് അപ്പത്തെ പ്രതിദാനം ചെയ്യുന്ന അടിസ്ഥാന വിഭവങ്ങൾ. പ്രോവർ സദൃശ്യവാക്യം 30-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ. ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാപ്പാടമാണ് ആ വാക്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ലോർഡ്സ് പ്രയറിന്റെ ഒരു മുന്നോടിയല്ലേ അത്? സദൃശ്യവാക്യം 30-ന്റെ 8. എനിക്ക് ദാരിദ്ര്യം വേണ്ട, എനിക്ക് സമ്പത്തും വേണ്ട, രണ്ടും വേണ്ട, അത് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സമഗ്രത. അത് ഹോൾനെസ്സിലേക്കാണ് നയിക്കുന്നത്. ഞാൻ 3 ചിന്തകളാണ് സമഗ്രതയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞത് കർത്താവിന്റെ പ്രാർത്ഥനയിലെ തന്ത്രപ്രധാനമായ സ്ഥാനം, അത് ഗിരിപ്രഭാഷണവുമായി ഇതിനെ ബന്ധപ്പെടുത്തി പഠിക്കണം. ഗിരിപ്രഭാഷണം എത്ര റിച്ചാണ്. ഇന്ന് ലോകത്തിൽ നമ്മളൊക്കെ ലോകം അത് സ്വീകരിച്ചാൽ
സുജീവനം തന്നെ ഉണ്ടാകും. കർത്താവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ താക്കോലാണ്. കർത്താവ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ശിഷ്യരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകേണ്ടത്. അതാണ് അതിൻ്റെ പൊസിഷൻ സ്ട്രാറ്റജിക്കായി പ്ലേസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഞാൻ പറഞ്ഞത് സ്ഥലദ്വൈതമല്ല, സ്ഥല സമന്വയമാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത്. 3 അപ്പത്തിൻ്റെ സാർവത്രികതയെ കുറിച്ചാണ് പറഞ്ഞത്. അനുദിന മന്ന വളരെ പ്രധാനമാണത്. ദൈവത്തിന്റെ എക്കോണമിയാണ്, ദൈവത്തിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതിനെപ്പം വിഘാതം ഉണ്ടാകുന്നോ അവിടെ വഴക്കുണ്ടാകും, അവിടെ ബഹളം ഉണ്ടാകും, അവിടെ വയലൻസ് ഉണ്ടാകും, അവിടെ മേർഡർ ഉണ്ടാകും, കൊലപാതകം ഉണ്ടാകും. ദൈവത്തിന്റെ ക്രമീകരണം തെറ്റിച്ചു. ഗീവ് us this day our daily bread. ഇതാണ് ദൈവത്തിന്റെ ക്രമീകരണം. അപ്പോൾ അത് സമഗ്രതയിലേക്ക് നമ്മളെ നയിക്കുന്നു. ദാരിദ്ര്യവും സമ്പത്തുമല്ല, എനിക്ക് നിത്യവൃത്തി നൽകി എന്നെ പോഷിപ്പിക്കണമേ. സാന്റിയാഗോ പ്രാർത്ഥിച്ചതും അതിൻ്റെ ഒരു റീഫ്രൈസ് ആണ്. അതിൽ ചേഞ്ച് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. സാന്റിയാഗോയുടെ കണ്ടംപററി വേർഷൻ ഒരു റീഫ്രൈസ് ആണ്. അവിടെയും ഓർക്കണം, മറന്നു പോകരുത്, നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആ രാജ്യം സ്ഥാപിതമാകുവാൻ പ്രവർത്തിക്കുന്നവരാണ്. വെറുതെ നിർനിമേഷരായിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കാനല്ല സ്ത്രീജനങ്ങളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പഠന കളരികളിൽ കൂടെ നിങ്ങൾ സജീവമായി മുന്നോട്ട് വരുമ്പോൾ നമ്മളാൽ ആവുന്ന വിധം ഈ ഒരു ദൈവ രാജ്യത്തിനു വേണ്ടി, ഈ സമത്വത്തിന്റെ, നീതിയുടെ, സ്നേഹത്തിന്റെ ഈ ഇടത്തിന് വേണ്ടി നമ്മളാലാവത് പരിശ്രമിക്കുവാൻ വി നീഡ് ടു ബി ആക്റ്റീവ് co-workers with God. ബിൽഡിംഗ് കിങ്ഡം അല്ല, കിങ്ഡം ബന്ധുത്വത്തിന്റെ, സൗഹൃദത്തിന്റെ സാമ്രാജ്യം. സാമ്രാജ്യം എന്നുള്ള വാക്ക് തന്നെ അവിടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒരു കൺക്ലൂഷൻ ഞാനിവിടെ പറയുമ്പോൾ അത് എത്രമാത്രം ഉചിതമായി എന്ന് എനിക്കറിയില്ല, എങ്കിൽ തന്നെ എനിക്ക് പരിചിതമായ ഒരു മേഖലയിൽ നിന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതിലും റിച്ചായ 8-9 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഒരു ഫിനാലയിൽ ഇങ്ങനെ ഒരു പ്രബോധനം നൽകുവാൻ ഇടയായതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.